എല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ് സംഭവിക്കുന്നത്. പക്ഷേ വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെ ശരീരത്തിനെതിരെയാണ് പാപം ചെയ്യുന്നത്. എല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ് സംഭവിക്കുന്നത്. പക്ഷേ വ്യഭിചാരത്തിന്റെ പാപം ശരീരത്തോടൊപ്പം ചെയ്യപ്പെടുന്നു. അതും ശരീരം ദൈവത്തിന്റെ ക്ഷേത്രമാണ്. നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം വന്നത്? നീ പാപം ചെയ്ത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു കുടുക്കാണ്. അതിൽ കുടുങ്ങുന്നത് ഉറപ്പാണ്. നിന്റെ പാപങ്ങളുടെ ഫലം എന്തായിരിക്കും എന്ന് നീ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനാൽ നാം പാപത്തെ ഭയപ്പെടുകയും അതിൽ നിന്ന് അകലെ നിൽക്കുകയും വേണം. യോസേഫ് പറയുന്നു, ഞാൻ ദൈവത്തിനെതിരായി എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? പൊട്ടിഫറിന്റെ ഭാര്യ പലതവണ പ്രലോഭിപ്പിച്ചിട്ടും അവൻ പാപം ചെയ്തില്ല. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. അതിനാൽ ഫറവോനും പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവുള്ള ഇങ്ങനെയൊരു ആളെ ഞാൻ കണ്ടിട്ടില്ല. ഈ ആത്മീയ വ്യക്തി ദൈവത്തിന്റെ ആത്മാവാൽ നിറഞ്ഞവനായിരുന്നു. അവൻ ആ സ്ത്രീക്ക് ഒരിക്കലും തന്റെ ശരീരം സമർപ്പിച്ചില്ല. വിശുദ്ധനായ ദൈവം അവനെ അത്ര ഉയർത്തി. അവൻ മുഴുവൻ മിസ്രയീം ദേശത്തിന്റെ ഭരണാധികാരിയായി.